ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നോമ്പൊക്കെ ഇതുവരെ ആയി, ഇന്നിപ്പോൾ 11ാമത്തെയും കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് അടിപൊളിയായിട്ടൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. നമ്മളെ സമൂസയുടെ ഓല വെച്ചിട്ട് തന്നെ നമുക്ക് മുട്ട പപ്സ് മാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. മോനാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ ഓനത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ അതിക്ക് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ അതുപോലെ മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതാണ് അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്പം ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനിതാ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇതിക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ കേട്ടോ. കൂടുതൽ മസാലകളൊന്നും ചേർക്കണില്ല. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചേർത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴേ ഈ മസാലേൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നമ്മളെന്തായാലും എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കണോൽ ഫില്ലിങ്ങിന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട്. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതാ ഇതിക്ക് ഒരു 1/2 ടീസ്പൂണ് പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ എൻ്റെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതാ ഞാൻ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓല മടക്കാൻ വേണ്ടിയിട്ട് മൈദ കൊണ്ട് ഞാനിതാ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ഓല ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ സമൂസൻ്റെ ഒരു ഷീറ്റും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പശ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോഴിമുട്ട കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മടക്കണതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നല്ല സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളിത് മടക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതൊന്ന് പശ ഒന്ന് തേച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊട്ടി പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ ഒന്ന് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന രൂപത്തിൽ എണ്ണ വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മുങ്ങിക്കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടൂല. വേവും പക്ഷെ അപ്പുറം മറിച്ചിടുമ്പോൾ വേവൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒരുപോലെ പൊരിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും സമൂസയൊക്കെ ഉണ്ടാക്കാൻ ഷീറ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫില്ലിങ് അടിപൊളിയായിരിക്കണം, അപ്പോഴുള്ളൂ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിലിതാ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഓരോന്നെടുത്തിട്ട് ഞാനൊന്ന് പൊരിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ഏകദേശം ഇത്രയെങ്കിലും എണ്ണ വേണം കേട്ടോ, എന്നാലേ ഇതൊന്ന് നല്ലതുപോലെ മുരിഞ്ഞ് വരുള്ളൂ കേട്ടോ. പിന്നെ ഇത് മുങ്ങി വരാനുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുഴിയുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ കൊണ്ട് തന്നെ അത് നല്ലതുപോലെ മുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ സമൂസ നമ്മൾ പൊരിച്ചെടുക്കണ മാതിരി തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടിയും ഒന്നും കൂടി കുറച്ച് ടൈമും കൂടി ഇടണം എന്നുള്ളൂ കേട്ടോ. ഇത് 2 ഷീറ്റല്ലേ, അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരണ്ടേ. അപ്പോൾ ഇത് 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു.
അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിന്നെ നോമ്പറക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷമാമുണ്ട് ഷെയ്ക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പം മക്കളൊക്കെ വന്നിരുന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നത്തെ നോമ്പറന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണം. അസ്സലാമു അലൈക്കും. താങ്ക് യു.